ഈ വീഡിയോ നിങ്ങൾ എന്തായാലും സേവ് ചെയ്ത് വെച്ചോട്ടോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. നല്ലൊരു സ്പെഷ്യൽ റൈസ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. പേര് ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞു തരാം കേട്ടോ. പേര് കേട്ട് ഞെട്ടണ്ട, പക്ഷെ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിൾ ആണ്. മന്തി, കപ്സ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ഇതിലേക്കായിട്ട് നമുക്കൊരു മസാലപ്പൊടി വേണം കേട്ടോ. അതിനുവേണ്ടി നിങ്ങളുടെ കയ്യിൽ അറബിക് മസാലപ്പൊടികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. മന്തി മസാല അങ്ങനെയൊക്കെ എല്ലാം 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മല്ലി മാത്രം 2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. മല്ലി, ചെറിയ ജീരകം, വലിയ ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, ഒരു തക്കോലം. ഇനി ഇതൊക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക, എന്നിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. അതാണ് നമ്മൾ മസാല. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 കിലോ റൈസ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 സവാള എടുത്തിട്ടുണ്ട്, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന റൈസിന്റെ പേരാണ് മഹ്മൂസ് ഖുതൈഫി. ഇനിയിപ്പോൾ കുറച്ച് മസാലപ്പൊടികൾ എടുത്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി. ഇപ്പം നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മസാലയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ സവാള നല്ല അടിപൊളിയായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഇതിനേക്കാളും കൂടുതലായി പോകരുതേ. ഇപ്പോൾ ചിക്കൻ കഴുകി ക്ലീൻ ചെയ്തത് എടുത്തിട്ടുണ്ട്. ഞാൻ ബിരിയാണി പീസ് കണക്കാക്കിയിട്ട് ആ ഒരു വലുപ്പത്തിലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഉള്ളിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. ഇനി പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഡ്രൈ ലെമൺ, 2 മാഗി ക്യൂബ് ഇതെന്തായാലും ചേർത്ത് കൊടുക്കട്ടോ. 2 അല്ലെങ്കിൽ 1 എന്തായാലും നിങ്ങൾ ചേർത്ത് കൊടുത്തോ. ഇനിയിപ്പോൾ വേണ്ടാത്തവർ സ്കിപ്പ് ചെയ്തോ, കുഴപ്പമില്ല. പിന്നെ വെളുത്തുള്ളി മുഴുവനേ ഉള്ളത് 2 എണ്ണം 1/2 കിലോ അളവിലേക്കാട്ടോ ഞാൻ പറയുന്നത്. ഇതുപോലെ ഒന്ന് മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ ഒരു 3-4 പച്ചമുളക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാലപ്പൊടി അങ്ങനെ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതിൽ തന്നെയാണ് റൈസും കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി വെള്ളം, റൈസിലേക്കുള്ള ചിക്കൻ വേവിക്കാനായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാട്ടോ വെള്ളം എടുക്കുന്നത്. ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിന്റെ ഡീറ്റെയിൽ റെസിപ്പി നമ്മളെ യൂട്യൂബ് ചാനലുണ്ട്, അപ്പോൾ ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കാം. റൈസ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളെ ഇന്ത്യ ഗേറ്റ് വൈറ്റ് റൈസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് സെല്ല ബസ്മതി റൈസ് ഒക്കെ എടുക്കാവുന്നതാണ്. അതൊരു 20 മിനിറ്റ് കഴുകിയിട്ട് 20 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഡ്രൈൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. മാക്സിമം ഒരു 20 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ ചിക്കൻ വെന്ത് കിട്ടും കേട്ടോ. ചിക്കൻ കംപ്ലീറ്റ് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് റൈസ് ഇതിൽ തന്നെയാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. റൈസ് ചേർത്ത് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കാം. ഒന്നിങ്ങനെ വറ്റി വരുന്ന ആ ഒരു കുഴഞ്ഞ ആ ഒരു പാകത്തിലാകുന്നവരെ ഈ ഒരു സമയം വരെ കേട്ടോ. കുറച്ച് വെള്ളം വേണം. ഈ ഒരു പരുവാകുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. റൈസൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണേ. ഒരു അരമണിക്കൂറൊക്കെ മതിയാവും. ആ സമയം കൊണ്ട് നമ്മൾ ചിക്കനില്ലേ അതൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കുറച്ച് ബട്ടറിലേക്ക് നമ്മൾ ചിക്കൻ വെച്ചിട്ട് 2 ഭാഗം ഒന്ന് മുരിപ്പിച്ചെടുക്കുക കേട്ടോ. ഒരുപാട് ഇങ്ങനെ കട്ടിയാക്കിയിട്ട് എടുക്കരുത്. ഇതുപോലെ ഇത്രയും മതിയേ. ഇത് നല്ല ടേസ്റ്റാട്ടോ. ആ ബട്ടറിൻ്റെ ഫ്ലേവറൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റാണ് നമ്മൾ ചിക്കന് ആ ജ്യൂസൊക്കെ ഇറങ്ങിയിട്ട് റൈസിനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളെ റൈസെല്ലാം നല്ല സോഫ്റ്റ്, ഒട്ടിപ്പിടിക്കാത്ത നല്ല അടിപൊളി റൈസെല്ലാം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ